ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അനദർ വീഡിയോ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഡിഷ് മട്ടർ പനീർ. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ്. അപ്പം അതുമാത്രമല്ല, അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ വെജിറ്റേറിയൻ ഡിഷാണ്. അപ്പം ഇത് നമ്മളൊരു പാർട്ടിയോ അല്ലെങ്കിൽ നമ്മളുടെ വീട്ടിൽ വെജിറ്റേറിയൻസ് ആരെങ്കിലും ഗസ്റ്റായിട്ട് വരികയാണെങ്കിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു പെർഫെക്റ്റ് ഡിഷാണ്. കാരണം നല്ല ടേസ്റ്റി ആയിട്ടൊരു ഡിഷാണ്. അപ്പം നമുക്കങ്ങനെയാണ് മട്ടർ പനീർ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാൻ വളരെ കുറച്ച് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. ഒരു 200 ഗ്രാം പനീർ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. അതിനെ ക്യൂബ്സായിട്ട് കണ്ടിക്കുന്നത്. നമ്മളത് കണ്ടിച്ചത് വേണമെങ്കിൽ വാങ്ങാം. കണ്ടിച്ച് കിട്ടണ പാക്കറ്റിൽ അതിന് നിങ്ങളുടെ ചോയ്സ്, നിങ്ങൾക്ക് കിട്ടുന്നത് ഏത് സ്ഥലത്താണോ എവിടെയാണ് നിങ്ങളെന്ന് വെച്ചാൽ അങ്ങനെ കിട്ടുന്നതനുസരിച്ച് എനിക്ക് കിട്ടിയത് പിന്നെ ഒറ്റ പീസായിട്ടുള്ളതാണ് ഞാൻ ക്യൂബ്സായിട്ട് കണ്ടിച്ചെടുത്തു. അതിനുശേഷം ഒരു പാത്രത്തിലകത്ത് ഓയിൽ, ഞാനിവിടെ സൺഫ്ലവറാണ് ഉപയോഗിച്ചത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈപ്പ് ഓയിൽ ഉപയോഗിക്കാം. ഇതിനെ ഒന്ന് വറുത്തെടുക്കുക. എന്ന് വെച്ചാൽ പുറമൊക്കെ നന്നായി ഡ്രൈ, നല്ല ക്രിസ്പിനെസ് വരത്തക്ക രീതിയിൽ ഒരു 5 മുതൽ 7 മിനിറ്റ് വരെ വറക്കണം. നന്നായിട്ട് വറുത്ത് എടുക്കുക. കാരണം നമ്മളുടെ പനീർ നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. അതിനെ നമ്മൾ കോരിയെടുത്ത് ഒരു പേപ്പറിലേക്ക് വെച്ചിട്ട്, ഒരു ടിഷ്യൂലേക്ക് വെച്ചിട്ട് അതിനകത്ത് ഓയിൽ ഡ്രെയിൻ ചെയ്ത് കളയുക. എന്നിട്ടൊരു പാത്രത്തിലേക്ക് ഓയിൽ ഒഴിച്ചിട്ട് നമുക്ക് ആ സെയിം പനീർ വറുത്ത ഓയിൽ വേണമെങ്കിൽ ഉപയോഗിക്കാം. ഒരു വലിയ ഓണിയനെ ഫൈനായിട്ട് ചോപ്പ് ചെയ്യണമെന്നില്ല. അത് നമ്മളിപ്പം അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതൊന്ന് ഗ്രേവിക്ക് നല്ല തിക്നെസ് കിട്ടാൻ വേണ്ടി. അല്ല നിങ്ങൾ അരയ്ക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നന്നായിട്ട് ഫൈനായിട്ട് അരയ്ക്കണം. അതിനെ ഒരു ഓണിയന്, പിന്നെ ഒരു വലിയ ടൊമാറ്റോ ഞാൻ ഉപയോഗിക്കും. ടൊമാറ്റോ ചെറുതാണെങ്കിൽ 2 ഉപയോഗിക്കുക. ഇതും കൂടെ നന്നായിട്ട് അത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അപ്പോൾ നന്നായിട്ട് വഴണ്ട് കഴിയുമ്പോൾ അതിനകത്തേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ അല്ല, നിങ്ങൾ നോർമൽ സാധാരണ ചില്ലി പൗഡറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് 1 ടീസ്പൂൺ ഉപയോഗിച്ചാൽ മതി. എന്നിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടി. ഇതൊരു നോർത്ത് ഇന്ത്യൻ ഡിഷ് ആയതുകൊണ്ടാണ് നമ്മൾ ജീരകത്തിൻ്റെ പൊടി ഉപയോഗിക്കുന്നത്. ജീരകത്തിൻ്റെ പൊടി ഇഷ്ടമില്ലാത്തവർ അത് ഉപയോഗിക്കേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ വളരെ കുറച്ച് മാത്രം, ഒരു പിഞ്ച് മാത്രം ഇട്ടാൽ മതി. ആ ഒരു മട്ടർ പനീറിൻ്റെ ടേസ്റ്റ് കിട്ടുന്നത് അതിനകത്തു നിന്നാണ്, ആ ജീരകത്തിൻ്റെ മസാലയ്ക്കകത്തു നിന്നാണ്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, അവനവൻ്റെ ടേസ്റ്റിനനുസരിച്ചുള്ള ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മളാകെ 200 ഗ്രാം പനീറാണ് എടുത്തിരിക്കുന്നത്. അതിനനുസരിച്ചുള്ളത് സോൾട്ട് ഉപയോഗിക്കുക. എന്നിട്ട് അതിനുശേഷം നന്നായിട്ട് അതിനൊന്ന് മിക്സ് ചെയ്തിട്ട് നന്നായി ഡ്രൈ ആക്കി എടുക്കുക. അപ്പോൾ നമ്മളുടെ മസാലയും ഓണിയനും ടൊമാറ്റോയും എല്ലാം കൂടെ മിക്സായിട്ട് നന്നായിട്ട് ഒന്ന് വഴണ്ട് കഴിയുമ്പോൾ അതിനെ മാറ്റി വെച്ച് തണുത്ത് കഴിഞ്ഞ ശേഷം അതിനെ ഒരു മിക്സിക്കകത്തിട്ട് ഗ്രൈൻഡ് ചെയ്ത് നല്ല പേസ്റ്റാക്കി മാറ്റി വയ്ക്കുക. എന്നിട്ട് നമ്മൾ ആദ്യം വറക്കാൻ ഉപയോഗിച്ച ഓയിൽ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. അല്ലെങ്കിൽ കുറച്ച് ഓയിൽ എടുത്തതിന് ശേഷം അതിനകത്ത് നമ്മൾ കുറച്ച് ചെറിയ ജീരകമാണ് കടുക് പൊട്ടിക്കുന്നതിന് പകരം ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് കടുവാണ് പൊട്ടിക്കുന്നത്, ജീരകത്തിന് ടേസ്റ്റ് ഇഷ്ടമല്ലെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞുകൊണ്ട് തന്നെ കടുക് ഉപയോഗിക്കാം. അതിനുശേഷം 1 ടീസ്പൂൺ ജിഞ്ചർ ചതച്ചതും 1 ടീസ്പൂൺ ഗാർലിക് ചതച്ചതും ഉപയോഗിച്ച് നന്നായിട്ട് അതിൻ്റെ വെള്ളം വലിച്ചെടുക്കുക. നിങ്ങളിപ്പം ജിഞ്ചറും ഗാർലിക്കും പേസ്റ്റാണ് കടയിൽ വാങ്ങിക്കുന്നതാണെങ്കിൽ ഉപയോഗിക്കാം. പക്ഷേ ടേസ്റ്റ് ആയിട്ട് കിട്ടുന്നത് നമുക്ക് ചതച്ചെടുക്കുന്നതാണ്. അപ്പോൾ അതൊന്ന് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമ്മൾ ആദ്യം മസാലയും
ഓണിയൻസും നമ്മൾ ടൊമാറ്റോസും എല്ലാം കൂടെ അരച്ച് വെച്ചിരിക്കുന്നത് പേസ്റ്റ് അതിനകത്തൊക്കെ ഒഴിച്ചിട്ട് നല്ല എണ്ണ തെളിയുന്ന വരെ നന്നായിട്ട് ഒന്ന് ചൂടാക്കി ഒരു 3-4 മിനിറ്റ് ഒന്ന് നന്നായിട്ട് ചൂടാക്കി എടുക്കുക. അതിനകത്തേക്ക് നമ്മൾ ഗ്രേവിക്ക് ഇച്ചിരി തിക്നെസ് വേണമെന്നുണ്ടെങ്കിൽ ശകലം കൂടെ വെള്ളം ഒഴിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള പനീർ മട്ടർ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. ഞാനാണെങ്കിൽ പീസാണ് ഉപയോഗിക്കുന്നത്, ഫ്രഷ് ആയിട്ടുള്ള പീസ്. അതിന് വേവ് കുറവാണ്. നിങ്ങൾ മട്ടറാണ് ഉപയോഗിക്കുന്ന നാട്ടിലെ ഡ്രൈ ആയിട്ടുള്ള മട്ടറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിൻ്റെ പ്രഷർ കുക്കറിനകത്ത് നന്നായിട്ട് വേവിച്ചതിന് ശേഷം ഇടുക. അല്ലെങ്കിൽ അത് ഡയറക്റ്റ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേവില്ല. ഞാനിവിടെ പീസാണ് ഉപയോഗിക്കുന്നത്. പീസ് എന്ന് ഫ്രഷാണ്, ഫ്രഷ് ഫ്രം ഗാർഡനാണ്. അത് നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് കഴുകിയാൽ മാത്രം മതി. നന്നായിട്ടത് വെന്തോളും. പെട്ടെന്ന് ഒരു 5 മിനിറ്റ് താഴെയുള്ള വേവുള്ളൂ. എന്നിട്ട് ഇതെല്ലാം കൂടെ കിടന്ന് നന്നായിട്ടൊന്ന് വേവാൻ അനുവദിക്കുക. ഈ നമ്മൾ എടുത്തിട്ടുള്ള മട്ടറും ഗ്രേവിയും എല്ലാം കൂടെ കിടന്ന് നന്നായിട്ടും തിക്കായി കഴിയുമ്പോൾ നമ്മൾ വറുത്ത് കോരി വെച്ചിരിക്കുന്ന പനീർ ഇതിനകത്തേക്ക് പനീർ ഒരു 3-4 മിനിറ്റ് ഒന്ന് വേവാൻ അനുവദിക്കുക. അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ അരച്ച് ചേർത്ത മസാലയും ആ ഫ്ലേവറെല്ലാം നന്നായിട്ട് പിടിച്ചിട്ട് നല്ല ടേസ്റ്റായിട്ട് വരും. ഒരു ഗ്രേവിയൊക്കെ നന്നായിട്ട് തിക്കാവുന്ന വരുന്നവരെ ഇളക്കി നന്നായിട്ട് ഒന്ന് ഇളക്കിയെടുക്കുക. ഇപ്പോൾ നമ്മൾ കാണാം ഗ്രേവിയൊക്കെ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ 200 ഗ്രാം പനീറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ 6 മുതൽ 8 പേർക്ക് വരെയുള്ള കറി നമുക്ക് റെഡിയാക്കി എടുക്കാം. അത് ചെറിയ ഫ്രൈഡ് റൈസിൻ്റെ കൂടോ പുലാവിൻ്റെ കൂടോ അല്ലെങ്കിൽ നാനിൻ്റെ കൂടോ ചപ്പാത്തി 8 പേർക്ക് വേണ്ട കറിയാക്കി ചെയ്യാൻ സാധിക്കും. അത് നമുക്ക് വേണമെങ്കിൽ ഇച്ചിരി ലൂസാക്കി വേണമെന്ന് ശകലം കൂടെ തിളച്ച വെള്ളം ഒഴിച്ചിട്ട് അതിനെ നല്ല ലൂസാക്കി എടുക്കാൻ സാധിക്കും. അപ്പം അതിനുശേഷം നിങ്ങൾ കറി നന്നായിട്ട് തിക്കായി കഴിയുമ്പോൾ അതിനകത്തേക്ക് മല്ലിയില ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ മല്ലിയില ശകലം ഇട്ടിട്ട് ഗാർണിഷ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളുടെ സ്വാദിഷ്ടമായ മട്ടർ പനീർ റെഡി ആയിട്ടുണ്ട്. വെജിറ്റേറിയൻസിനൊക്കെ പെർഫെക്റ്റായിട്ട് ഇഷ്ടപ്പെടും, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷാണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. അപ്പം നിങ്ങളെ ബെൽ എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു വെരി മച്ച്.